ഓ നമസ്തേ. അധ്യാത്മ രാമായണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഉപദേശം, പ്രത്യേകിച്ച് ശ്രീരാമചന്ദ്രൻ്റെ ഉപദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ പറയാനുള്ളൂ: ലക്ഷ്മണോപദേശമാണ്. ഇവിടെ അതൊരു ചോദ്യരൂപത്തിൽ എൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ജ്യേഷ്ഠന് യുവരാജാവിൻ്റെ പദവി അച്ഛൻ നിഷേധിച്ച വിവരം അറിഞ്ഞപ്പോൾ ക്ഷുഭിതനായി രാജാവിനെയും ഗുരുവിനെയും മറ്റും നിശിതമായി വിമർശിച്ച ലക്ഷ്മണനെ ശ്രീരാമൻ എങ്ങനെയാണ് പെട്ടെന്ന് ശാന്തനാക്കിയത്? അതാണിതിൻ്റെ സന്ദർഭം. തൻ്റെ മൂത്ത സഹോദരനായ ശ്രീരാമചന്ദ്രൻ നാളെ തന്നെ യുവരാജാവായി വാഴിക്കുന്ന ആ ഒരു ക്രിയ നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി വളരെയധികം സന്തോഷിച്ചു ലക്ഷ്മണൻ. കാരണം എപ്പോഴും ശ്രീരാമൻ്റെ കൂടെയാണല്ലോ ലക്ഷ്മണൻ ഉണ്ടാവുക. അപ്പോൾ ജ്യേഷ്ഠൻ ആ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞാൽ ജ്യേഷ്ഠനെ സഹായിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് സന്തോഷിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് തൻ്റെ ജ്യേഷ്ഠനല്ല യുവരാജാവാകുന്നത്, ഭരതനാണ് യുവരാജാവാകുന്നതെന്ന് കേട്ടപ്പോൾ ആ വാർത്ത ഉൾക്കൊള്ളാൻ സാധിക്കാതെ പെട്ടെന്ന് ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. ഒരു മുൻകോപം ഉള്ളൊരു വ്യക്തിത്വമാണ് ലക്ഷ്മണൻ്റേത്. ഈ ഒരു സ്വഭാവം കൊണ്ട് പരിസരം മറന്നവിടെ പെരുമാറുകയാണ്. തൻ്റെ മുമ്പിൽ കൗസല്യാദേവി നിൽക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനിക്കപ്പെടുന്ന മൂത്ത സഹോദരൻ ശ്രീരാമൻ അടുത്ത് നിൽക്കുന്നു. അതൊക്കെ തൽക്കാലം മറന്നുകൊണ്ട് ലക്ഷ്മണൻ പൊട്ടിത്തെറിക്കുകയാണ്. ദേഷ്യം കൊണ്ട് കലിതുള്ളുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരവസ്ഥയിലാണ് ലക്ഷ്മണൻ. എൻ്റെ ജ്യേഷ്ഠന് യുവരാജാവാക്കിയില്ലെങ്കിൽ ആ യുവരാജാവ് എന്ന പദവി നിഷേധിച്ച രാജാവിനെയും ഗുരുവിനെയും മറ്റ് മന്ത്രിമാരെയും ഒക്കെ ഞാൻ ബന്ധനസ്ഥനാക്കി എൻ്റെ ജ്യേഷ്ഠനെ രാജാവായി വാഴിക്കും. യുവരാജാവല്ല, രാജാവായി വാഴിക്കും എന്ന് വളരെ ദേഷ്യത്തോടു കൂടി പറയുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ ശ്രീരാമൻ അടുത്ത് നിൽക്കുന്നുണ്ട്. ശ്രീരാമൻ ഇടപെടുന്നേയില്ല. അനുജൻ്റെ ആ ദേഷ്യവും പ്രകടനവും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പറയേണ്ടത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞ് സ്വയം അടങ്ങി ലക്ഷ്മണൻ. വേറെ ആരും ദേഷ്യപ്പെടരുത്, ശബ്ദിക്കരുതൊന്നും പറഞ്ഞില്ല. സ്വയം തന്നെ അടങ്ങി. അങ്ങനെ അടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു ഭൂകമ്പം പോലെ പിന്നെയും പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. പക്ഷെ ശബ്ദമൊന്നും പുറത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സന്ദർഭത്തിൽ ശ്രീരാമൻ എന്താണ് ചെയ്തത്? ശ്രീരാമൻ മൂത്ത ജ്യേഷ്ഠനാണ്. പെട്ടെന്ന് മിണ്ടാതിരിക്കുമെന്ന് പറയാം. അവിടെ അനുസരിക്കും ലക്ഷ്മണൻ, യാതൊരു സംശയമില്ല. പക്ഷെ അത് പറയുന്നില്ല. അനുജൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ലക്ഷ്മണനെ തൻ്റെ യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്? അത് വളരെ മനോഹരമായിട്ടാണ് അധ്യാത്മ രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അനുജൻ ആ ക്രോധത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലാണുള്ളത്. ഉടനെ ശ്രീരാമചന്ദ്രൻ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അനുജനെ വത്സ, സൗമിത്രേ, കുമാര എന്നുള്ള 3 വിളികളാണ് വിളിച്ചത്. ലക്ഷ്മണ, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുമ്പോൾ പേര് വിളിക്കേണ്ട ആവശ്യമില്ല, മുണ്ടാതിരിക്കുന്നേ പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ലക്ഷ്മണ എന്ന് വിളിച്ചാൽ മതി. ആ ലക്ഷ്മണ എന്നുള്ള പേരൊന്നും വിളിച്ചില്ല, വത്സ എന്നാണ് വിളിച്ചത് ആദ്യം. വത്സ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ വത്സ സംസ്കൃത വാക്കാണ്. മോനെ എന്നാണ്, കുട്ടി.
ശ്രീരാമനും ലക്ഷ്മണനും തമ്മിൽ ഒരു 1.5 ദിവസത്തിൻ്റെ വ്യത്യാസമുള്ള പ്രായത്തിൽ 1.5 ദിവസം ആ മൂത്ത സഹോദരൻ എന്ന നിലക്ക് അനുജനെ വിളിക്കുന്നത് മോനെ എന്നാണ്. ആ മോനെ എന്നുള്ള വിളിയോടുകൂടി ലക്ഷ്മണൻ്റെ ആ ക്രോധം അങ്ങനെ അലിഞ്ഞങ്ങോട്ട് പോവാണ്. നമ്മൾ കുട്ടികളോടൊക്കെ അവർ വല്ലാതെ ദേഷ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് മോനെ ഒന്ന് വിളിച്ചു നോക്കൂ, ആ ദേഷ്യം പോകും. അല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കുക. അവിടെ അതേപോലെ പ്രതികരിക്കാൻ പാടില്ല. എങ്ങനെയാണോ തൻ്റെ മുമ്പിൽ അനുജനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പെരുമാറും അതേ രീതിയിൽ തന്നെ ഏട്ടനോ അല്ലെങ്കിൽ അച്ഛനോ പെരുമാറുന്നത് അല്ല ശരി. സമചിത്തത പാലിക്കണം മുതിർന്നവർ എന്നൊരു തത്വം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. മോനെ എന്ന് വിളിക്കുകയാണ്. അവിടെ നിർത്തിയില്ല. സൗമിത്രേ എന്നുള്ളതാണ് അടുത്ത വിളി. സുമിത്രയുടെ മകനല്ലേ നീ? മഹാപണ്ഡിതയായ സുമിത്രയുടെ മകനായ നീയാണോ ഇത്തരത്തിലൊക്കെ സംസാരിച്ചത്? അതാണ് സൗമിത്രേ എന്നുള്ള വിളി. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വിളിച്ചത് കുമാര എന്നാണ്. കുമാര എന്ന് പറഞ്ഞാൽ ഒരു 16, 18, 20 ആ വയസ്സിലുള്ള ആൺകുട്ടികളുടെ പ്രത്യേക മാനസികാവസ്ഥയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ചോരത്തിളപ്പിൻ്റെ കാലം, എന്തിനേയും എതിർക്കാനുള്ള മോഹം, ധിക്കരിക്കാനുള്ള മോഹം, അതൊക്കെ ഈ പ്രായത്തിൽ പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ കാണാവുന്നൊരു സ്വഭാവമാണ്. അത് ഈ കുമാരനാണ്, അതായത് ആ പ്രായമാണ് നിന്നെ ഇത് പറയിപ്പിക്കുന്നത്. ഇവിടെ നീ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി, എന്ന് സൂചിപ്പിച്ചതോടുകൂടി ലക്ഷ്മണൻ്റെ ആ ക്രോധം അലിഞ്ഞില്ലാതായി. ഒരു കൊച്ചു കുട്ടിയെ പോലെയായി. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് വലിയൊരു കുടുംബകലഹമായി മാറാൻ പോകുന്ന സംഭവത്തെ ഭഗവാൻ ലഘൂകരിച്ചു കൊണ്ടുവന്നത്. കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ള പൊട്ടിത്തെറികളുണ്ടാവാം. ആ സമയത്ത് മുതിർന്നവർ എങ്ങനെ പെരുമാറണം എന്നതും ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ ജീവിതത്തിലൂടെ. ഇതാണ് രാമായണത്തിൽ നമുക്ക് കിട്ടുന്ന മൊഴിമുത്തുകൾ. എന്നിട്ട് പറഞ്ഞു, കുട്ടി നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അച്ഛനും ഗുരുവിനെയൊക്കെ പിടിച്ചു കെട്ടാം, അതുപോലെ എതിർക്കുന്നവരെ വധിക്കാമെന്നൊക്കെ നീ അതൊക്കെ നിനക്ക് സാധിക്കും. നിൻ്റെ കഴിവ് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നീ അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നെ ആ അധികാര സ്ഥാനത്തിരുത്താൻ. അവിടെ തെറ്റിപ്പോയി. ധർമ്മം അധർമ്മം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ അധികാരമൊന്നും ശാശ്വതമല്ല കുട്ടി. കുറേ കാലം കഴിഞ്ഞാൽ എനിക്കും വയസ്സാവും, അത് ഒഴിയേണ്ടി വരും. പക്ഷെ ധർമ്മം എന്ന് നിലനിൽക്കണം. ധർമ്മം എന്താണ്? അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കുക. അതെല്ലാ കാലത്തും നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ നിൽക്കേണ്ട കാര്യമില്ല. ലോകമുള്ളത് വരെ അത് നിലനിൽക്കണം ധർമ്മം. പക്ഷെ അധികാരം എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്. അതിനുവേണ്ടി അച്ഛനെയും ഗുരുവിനെയും ഒക്കെ ശകാരിക്കുന്ന ആ ഒരു കർമ്മത്തിൽ നീ ഏർപ്പെട്ടില്ലേ? ശരിയാണോ? ഇതെനിക്ക് തീരെ മോഹമില്ലാത്ത കാര്യമാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല ഈ അധികാരം എനിക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷെ ധർമ്മം നിലനിൽക്കണം. ധർമ്മം നിലനിർത്താനാണ് എൻ്റെ അവതാര ദൗത്യം. അതിന് 14 കൊല്ലം വനത്തിൽ പോകുന്നതിന് എനിക്കൊരു വിഷമമില്ല. മാത്രമല്ല എൻ്റെ അനുജൻ ഭരതൻ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തോളും. അവന് കഴിവുള്ളവനാണ്, എനിക്കറിയാം. അപ്പോൾ അതുമാത്രമല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രോധം പാടില്ല എന്ന കാര്യം കൂടി നീ മനസ്സിലാക്കണം. ക്രോധം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യപ്പെടാം. അത് കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ സാധാരണ ഘട്ടത്തിലേക്ക് വരുമല്ലോ. പക്ഷെ ക്രോധം അങ്ങനെയല്ല. അതിങ്ങനെ എന്താ പറയുക, ഒരു ഭൂകമ്പം പോലെ അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വതം പോലെ പിന്നീട് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയാണ് ഈ ക്രോധം എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ വ്യക്തിയുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, ഓർമ്മശക്തി ഇല്ലാതാവുന്നു. ആ സമയത്ത് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കൊലപാതകങ്ങളും മറ്റുള്ളവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ക്രോധം വന്നു കഴിയുമ്പോൾ ഞാൻ ആരാണ് എന്ന ബോധം മറക്കുന്നു. ഞാൻ ആരോടാണ് ഇത് പ്രകടിപ്പിക്കുന്നത്, അച്ഛനോ അമ്മയോ മക്കളോ ഭാര്യയോ, അത് ചിന്തിക്കുന്നില്ല. കാരണം അത് മറന്നു. ആ ചിന്തിക്കുന്ന ശേഷി മറന്നു, ഇല്ലാതാവുന്നു. സംസ്കാരം മറന്നു. അപ്പോൾ ആ നിലയിലേക്ക് ഒരിക്കലും മനുഷ്യൻ എത്തരുത്. അവനൊരു മൃഗമായി മാറും. അപ്പോൾ
ഈ കൊലയൊക്കെ നടക്കും അത്തരം ഘട്ടത്തിലാണ്. കാരണം ആഗ്രഹം സാധിക്കില്ല എന്ന് കാണുമ്പോഴാണ് തൻ്റെ ഇരയെ കൊല്ലുന്നത്. അതെ, എന്തുകൊണ്ടത് കൊല്ലാൻ സാധിക്കുന്നു? ഞാൻ ഇന്നാളുടെ മകനാണ്, അല്ല ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്, ഞാൻ മനുഷ്യനാണ്, അതൊക്കെ മറന്നു. അവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, മരവിക്കുകയാണ്. പിന്നെ ഓർമ്മശക്തിയും ഇല്ലാതാവുന്നു. ഇപ്പോൾ മകനും അച്ഛനും തമ്മിൽ സംസാരിക്കുമ്പോൾ തത്സമയം ഞാൻ സംസാരിക്കുന്ന അച്ഛനോടാണ് എന്നുള്ളത് ഓർമ്മയിൽ നിന്ന് പോകുന്നു. ഈ ഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടത്? ആ ക്രോധമുള്ള വ്യക്തിയോട് അതേ രീതിയിൽ ക്രോധം പ്രകടിപ്പിക്കുമ്പോഴാണ് അവിടെ എന്താ പറയുക, പലതരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. ചിലപ്പോൾ എന്താണോ തൻ്റെ കയ്യിൽ കിട്ടി അതെടുത്ത് ചിലപ്പോൾ അച്ഛനെയോ അമ്മയെയോ പത്നിയെയോ ഭർത്താവിനെയോ ഒക്കെ പ്രയോഗിച്ചെന്ന് വരും. കാരണം അവിടെ ആ സമയം ഒരു സാധാരണ മനുഷ്യനല്ല വ്യക്തി, അത് നമ്മൾ തിരിച്ചറിയണം. ഒന്നിക്കൽ നമ്മൾ ആ സ്ഥലം വിടുക, അല്ലെങ്കിൽ അവിടെ നിശബ്ദനായിട്ട് നിൽക്കുക, അതിനെതിർക്കാൻ പോകരുത്. പിന്നെ ആ വ്യക്തി കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികത ആ ലെവലിലേക്ക് വരും. ഏതൊരു മനുഷ്യനും അങ്ങനെ സംഭവിക്കണം. പക്ഷെ അതിലുള്ള ക്ഷമ മറ്റുള്ളവർ കാണിക്കണം. ക്രോധമല്ലോ നമ്മുടെ മരണത്തിന് കാരണമാകുന്നത്. ക്രോധമാണ് യമനായതെന്ന് വരെ ഭഗവാൻ പറഞ്ഞു. തന്നെ അധപ്പതിപ്പിക്കുന്നതും ക്രോധമാണ്. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് വംശനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഭഗവത്ഗീതയിൽ ഇതേ തത്വം തന്നെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ തൻ ക്രോധാവശനാകുന്നു, അവിടെ ബുദ്ധി നശിക്കുന്നു, തൻ്റെ അധപ്പതനം തുടങ്ങി, അങ്ങനെ അധപ്പതിക്കുന്നു, കൊലപാതകിയായി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നതാണ്. അപ്പോൾ ക്രോധം ബുദ്ധി ഉള്ളവർ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നീ അത് ഇപ്പോഴത്തന്നെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു ക്രോധം പ്രകടിപ്പിക്കാൻ പാടില്ലാത്തായിരുന്നു എന്ന വലിയൊരു സന്ദേശം ഇന്നും പ്രസക്തമാണ്. ആ സന്ദേശത്തിന് അത് ഇതിലൂടെ തൻ്റെ ഉപദേശത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ ലക്ഷ്മണോപദേശം. അതാണത് ഏറ്റവും വലിയൊരു ഉപദേശമായിട്ട് ജനങ്ങൾ കാണുന്നത്. നമസ്തേ.